ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചീനീസ് കിച്ചൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. അറിയാത്തവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊന്നും ഒട്ടും അറിയുന്നുണ്ടാവില്ല ഇപ്പോഴത്തെ. അപ്പോൾ അതായത് നമ്മളൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് കാര അമ്മണി കോഴിക്കട്ടയാണ് കേട്ടോ. അതായത് നമ്മുടെ അമ്മണി കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര അമ്മണി കോഴിക്കട്ടയുടെ പ്രത്യേകത, നമ്മൾ സാധാരണ കോഴിക്കട്ട ഉണ്ടാക്കുന്ന അരിപ്പൊടിയൊക്കെ തന്നെയാണ് ഇതിനും എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെറിയൊരു പൊടി ഉണ്ടാക്കി ചേർക്കുന്നുണ്ട്. പൊടി ഉണ്ടാക്കി ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. കടുകും മുളകും ഉഴുന്നുപരിപ്പ് കരിവേപ്പിലൊക്കെ നെയ്യിൽ മൂപ്പിച്ച് കോഴിക്കട്ടയിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ പൊടി കൂട്ടുമ്പോൾ നമുക്കതിന് വേറെ ചട്നിയോ വേറെ ഒന്നും നമുക്ക് കഴിക്കാനായിട്ട് വേണ്ട. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ പൊടി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മുടെ കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് അമ്മണി കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1.5 ഗ്ലാസ് അരിപ്പൊടിക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ അതിൽ 1 ഗ്ലാസും പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടാണ്. അപ്പത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പം പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2, 3. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അരിപ്പൊടിയിലേക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഒന്ന് ചൂടാറുന്ന വരെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പൊടി അതിലിരുന്ന് വെന്ത് നമ്മുടെ കോഴിക്കട്ട കുറച്ചും കൂടെ സോഫ്റ്റ് ആവുക. നമ്മൾ എന്ത് കോഴിക്കട്ട ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. മധുരമുള്ള കോഴിക്കട്ടയാണെങ്കിലും കേട്ടോ. ഇതൊന്ന് തണുക്കട്ടെ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കാര കോഴിക്കട്ടയ്ക്കുള്ള ആ പൗഡർ ഉണ്ടല്ലോ അതിൽ മിക്സ് ചെയ്യണം, അതൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ഉഴുന്ന്, കുറച്ച് നല്ല ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് കടലപ്പരിപ്പ്, എല്ലാം ഒരു ഉഴുന്നുപരിപ്പ് കുറച്ച് കൂടുതൽ വേണം, 1 ടീസ്പൂണ്. ബാക്കിയെല്ലാം ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂണ്. പിന്നെ കുറച്ച് ചുമന്ന മുളക്. ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കി നമുക്ക് പൊടിക്കാം. കുറച്ച് തേങ്ങയും കായും കൂടെ അതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാവാവുന്ന സമയം കൊണ്ട് ചൂടാക്കി പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഡ്രൈ ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ഇതെല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പൊക്കെ നല്ലോണം വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല. ഒരുവിധം ചുമക്കെ വറുക്കണം അത്. അപ്പോൾ ഇത് നല്ല ചുമക്കെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കൈപ്പിടി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇതിലേക്ക് ഉണക്കത്തേങ്ങ കേട്ടോ ചേർക്കുക. ഉണക്കത്തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾ പച്ചത്തേങ്ങ ചേർക്കുക. കൊപ്ര ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടേ ചേർക്കുകയാണ് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടത് ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മുടെ കോഴിക്കട്ടയിലെ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് ഇതിനും കൂടെ കുറച്ച് ഉപ്പ് വേണ്ടേ, അതിനാണ് കേട്ടോ. പൊടിക്ക് മസാലയാണോ അല്ല, പൊടിക്കും കൂടെ ഉപ്പിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് കടുക് വറുക്കണ സമയത്ത് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് മാവ് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം. കയ്യിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ കയ്യിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് കൈവച്ച് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം മാവ്. അപ്പം മാവ് നല്ല മയത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ആദ്യം ഉരുട്ടി വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. തൊടുമ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റായിരിക്കണം കണ്ടോ. ആ സമയത്ത് നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം.
കുറച്ച് ചെറുതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടേനേലും കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. കണ്ടോ, ഇതാണ് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പം മാവ് എല്ലാം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ കോഴിക്കട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം കേട്ടോ. സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി തട്ടിൽ വെച്ച് പുഴുങ്ങിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റീമർ വെച്ചിട്ട് ഇല വെച്ച് കൊടുക്കാം. ഇല കുറച്ച് പഴുത്തതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഇലയൊന്നും എപ്പോഴും അവൈലബിൾ ആവില്ല. അപ്പോൾ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കുക, ഇതുപോലെ വീഡിയോ എടുക്കാൻ. പിന്നെ അത് നമ്മൾ വയ്ക്കുമ്പോൾ നല്ലോണം ആവി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇലയിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ഇലയിൽ ഇടിയപ്പം ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഇലയിൽ ഇത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കോഴിക്കട്ടയ്ക്ക്. നിർബന്ധമൊന്നുമില്ല, നമുക്ക് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ഓൾറെഡി വെന്ത മാവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സമയത്തിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. സാധാരണ കൊഴുക്കട്ട പോലെ തന്നെയാണ് ഇതിൻ്റെ വേവും. ഇതൊന്ന് മൂടി കൊടുക്കാം, ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതിലേക്കെല്ലാം നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് വറുത്തിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കട്ട. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിലാണ് വറുത്തിട്ട് കൊടുക്കണം, വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല. ഓയിൽ മാത്രം ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളകിട്ട് കൊടുക്കാം. 2 വറ്റൽ മുളക് പൊട്ടിച്ചിടാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ സമയത്ത് ഈ പൊടിക്ക്. കടലമാവും ജീരകവും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോഴിക്കട്ട അതിലിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അമ്മണി കോഴിക്കട്ട, കാര കോഴിക്കട്ട. ഇതിലേക്ക് കോഴിക്കട്ട എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്കിനിപ്പോൾ ഈ പൊടി ഉണ്ടാക്കണമെങ്കിൽ കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് വറുത്തിട്ടിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഉണ്ടാക്കണമെന്ന് ഇല്ലാത്തവർക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാര അമ്മണി കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. നമ്മുടെ നെയ്യും ഈ പൊടിയൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ കോഴിക്കട്ട, ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ അമ്മണി കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാടൻ പലഹാരങ്ങളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ജീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.